മനസ്സിലാക്കിയിട്ടുള്ള നോട്ടാണ്. പിന്നെ തുടക്കം പറയണത് ഇറ്റ് ഈസ് എ ഗ്രീക്ക് വേർഡ്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. മീനിങ് ടു ഡിസ്കവർ ഓർ ഫൈൻഡ് ഔട്ട്. അപ്പൊ അതിന്റെ മീനിങ് പറയുന്നുണ്ട് ടു ഡിസ്കവർ ഓർ ഫൈൻഡ് ഔട്ട്. അത് കണ്ടെത്താൻ, നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ. നമ്മുടെ മുന്നിൽ ഒരു ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, കുറെ മാർഗങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്യാം. This concept was introduced by Tversky and Kahneman in 1974. അതായത് രണ്ട് ആൾക്കാരാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ട്, ടിവേഴ്സ്കിയും കാൻമാനും 1974. അപ്പൊ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് നോക്കണം, ടിവേഴ്സ്കി ആൻഡ് കാൻമാൻ. പിന്നെ വേർഡിന്റെ മീനിങ് ടു ഡിസ്കവർ ഓർ ഫൈൻഡ് ഔട്ട്. നെക്സ്റ്റ് പറയുന്നത് ദീസ് ആർ റൂൾസ് ഓഫ് തംബ് ഓർ മെന്റൽ ഷോർട്ട് കട്ട്സ് ദാറ്റ് ഹെൽപ്പ് പീപ്പിൾ ഇൻ റീച്ചിങ് ഡിസിഷൻസ് ക്വിക്ക്ലി ആൻഡ് ഈസിലി. അതായത് എന്താണിത്, ദീസ് ആർ റൂൾസ് ഓഫ് തംബ്. അതൊരു റൂൾ ഓഫ് തമ്പാണ്, അല്ലെങ്കിൽ മെന്റൽ ഷോർട്ട് കട്ട് എന്ന് പറയാം. അതായത് പീപ്പിൾ ദാറ്റ് ഹെൽപ്പ് പീപ്പിൾ ഇൻ റീച്ചിങ് ഡിസിഷൻസ് ക്വിക്ക്ലി ആൻഡ് ഈസിലി. അതായത് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഒരു തീരുമാനം എടുക്കാം, ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള ഒരു മെന്റൽ ഷോർട്ട് കട്ട്സ് അല്ല റൂൾസ് ഓഫ് തമ്പിനെയാണ് ഈ ഹ്യൂറിസ്റ്റിക്സ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ, അതായത് എന്ത് ഡ്രസ്സ് ധരിക്കണം, അതെന്താണ്, നമ്മൾക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു റൂൾ ഓഫ് തമ്പിനെയാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയണത്. നെക്സ്റ്റ് അതിന്റെ മീനിങ് തന്നെയാണ്, ഹ്യൂറിസ്റ്റിക്സ് ആർ പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് ദാറ്റ് റിസൾട്ട് ഇൻ എ ക്വിക്ക് ആൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ. അതായത് പ്രോബ്ലം സോൾവിങ് ടെക്നിക് ആണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്, മെന്റൽ ഷോർട്ട് കട്ട് ആണ്. നമുക്ക് എന്താണ് സൊല്യൂഷൻ വേണ്ടത്, അത് നമ്മൾ എങ്ങനെയാ ചെയ്യണത്, മെന്റൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണുന്നത്. അപ്പൊ പ്രോബ്ലം സോൾവിങ് ടെക്നിക് ആണ് ദാറ്റ് റിസൾട്ട് ഇൻ എ ക്വിക്ക് ആൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ. അപ്പൊ നമുക്കവിടെ പെട്ടെന്ന് തന്നെ ഒരു നല്ലൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ കിട്ടാം. In contrast to business decisions that involve extensive analysis, heuristics are used in situations where a short-term solution is required. So, സാധാരണഗതിയിൽ ബിസിനസ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റെൻസീവ് അനാലിസിസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് സ്റ്റഡീസും ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് ബിസിനസ് ഡിസിഷൻസ് എടുക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, they are used in situations where a short-term solution is required. നമുക്ക് താൽക്കാലികമായിട്ടൊരു സൊല്യൂഷൻ വേണ്ട സമയത്താണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ മെന്റൽ ഷോർട്ട് കട്ട് അല്ലെങ്കിൽ റൂൾസ് ഓഫ് തമ്പ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണത്. ഇതാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഷോർട്ട് ടേം സൊല്യൂഷൻ കിട്ടും, അതിന് ഉപയോഗിക്കുന്ന പ്രോബ്ലം സോൾവിങ് ടെക്നിക് ആണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണ് ഹ്യൂറിസ്റ്റിക്സ്, വാട്ട് യു മീൻ ബൈ ഹ്യൂറിസ്റ്റിക്സ് എന്നുള്ളത് നോക്കണം. അപ്പൊ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ ടിവേഴ്സ്കി ആൻഡ് കാൻമാൻ ആണ്. നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാം ക്വിക്ക്ലി ആൻഡ് ഈസിലി. പിന്നെ ഈ ഡിസിഷൻ നമുക്ക് ഓപ്റ്റിമൽ ഡിസിഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓപ്റ്റിമൽ എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ല ബെസ്റ്റ് ഡിസിഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എന്താണ്, മെന്റൽ ഷോർട്ട് കട്ട് ആണ്, അനാലിസിസ് ഒന്നും നടത്തിയിട്ടല്ല അവിടെ ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ഓപ്റ്റിമൽ ഡിസിഷൻ ആണെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ ആണ്, പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ഡിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് വീണ്ടും പറയുന്നത് ഹ്യൂറിസ്റ്റിക് ഈസ് എ മെന്റൽ ഷോർട്ട് കട്ട് that allows people to solve problems and make judgments quickly and efficiently. അതായത് ഇവിടെ ഇതിന്റെ പ്രത്യേകത ഈ മെന്റൽ ഷോർട്ട് കട്ട് നമ്മൾ എന്തിനു എളുപ്പവഴി ഉപയോഗിക്കുന്നത്, നമുക്ക് ക്വിക്ക് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണം, അതായത് ടൈം പോകാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന മെന്റൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത്. These rule of thumb strategies shorten decision making time. നമ്മൾ അവിടെ എന്ത് ചെയ്യണത്, നമ്മുടെ ടൈം സേവ് ചെയ്യണ. അതായത് നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾ ഏത് ഡ്രസ്സ് ധരിക്കണം, അതിന് നമ്മൾ വലിയ അനാലിസിസ് ഒന്നും നടത്തുന്നില്ല. നമ്മള് ഏറ്റവും എളുപ്പം എങ്ങനെയാണ് തോന്നണത് അതാണ് എടുക്കണത്. അപ്പൊ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ടൈം അവിടെ കുറയ്ക്കാണ്. ആൻഡ് allow people to function without constantly stopping to think about their next course of action. അപ്പൊ അവിടെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വലിയ ചിന്തിച്ച് എന്ത് ചെയ്യണ്ട, ആലോചിച്ച് സമയമൊന്നും കളയണ്ട, നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ അവർക്ക് ചെയ്യാം. അപ്പൊ ഹ്യൂറിസ്റ്റിക്സിന്റെ മീനിങ് തന്നെയാണ് ഇവിടെയും പറയണത്, ഹ്യൂറിസ്റ്റിക്സിന്റെ മീനിങ്ങും ഫീച്ചേഴ്സും കൂടെ.
അതിന്റെ അഡ്വാൻറ്റേജ് പറയേണ്ടത് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് അഡോപ്റ്റിംഗ് എ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ഈസ് ദാറ്റ് ഇറ്റ് ഓഫേഴ്സ് എ ക്വിക്ക് സൊല്യൂഷൻ. അപ്പൊ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അനാലിസിസ് ഒക്കെ നടത്താൻ നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ ടൈം പോകും. അപ്പൊ ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത്, ഒരു ക്വിക്ക് സൊല്യൂഷൻ ഉള്ള സമയത്ത് നമുക്ക് ഏറ്റവും നല്ല അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ്. നമുക്കൊരു ക്വിക്ക് സൊല്യൂഷൻ കിട്ടും. അത് തന്നെയാണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെന്റ്. അതായത് നമുക്ക് എളുപ്പത്തിൽ അത് ക്വിക്ക് സൊല്യൂഷൻ ആണ്, നമുക്ക് പെട്ടെന്ന് മെന്റൽ ഷോർട്ട് കട്ടാണ്, പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും നടപ്പിലാക്കാനും പറ്റുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കും പറ്റുന്നത്. Heuristic algorithms are practical, serving as fast and feasible short-term solutions to planning and scheduling problems. അപ്പോൾ നമ്മൾ പ്രോബ്ലംസിന് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വലിയ വലിയ ടെക്നിക്സ് ഒന്നല്ല അവിടെ ഉപയോഗിക്കുന്നത്. ഹ്യൂറിസ്റ്റിക് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് ഫീസിബിൾ ഷോർട്ട് ടേം സൊല്യൂഷൻസ് ആണ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡി, അതുപോലെ തന്നെ ഫീസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിട്ടില്ല, അതായത് അത്യാവശ്യം നഷ്ടമില്ലാത്ത രീതിയിലുള്ള ഷോർട്ട് ടേം സൊല്യൂഷൻസ് ആണ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, എ ഹ്യൂറിസ്റ്റിക് ഓർ എ ഹ്യൂറിസ്റ്റിക് ടെക്നിക് ഈസ് എനി അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിംഗ് that uses a practical method or various shortcuts in order to produce solutions that may not be optimal but are sufficient given a limited time frame or deadline. അതിന്റെ ഫീച്ചർ തന്നെയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു മെന്റൽ ഷോർട്ട് കട്ട് ആണ്, അതായത് നമ്മളവിടെ റൂൾ ഓഫ് തമ്പ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് അവിടെ അനാലിസിസ് ഒന്നും നമ്മൾ നടത്തുന്നില്ല. ഇവിടെ പറയണത് or a heuristic technique is any approach to problem solving. അപ്പോൾ heuristic technique എന്ന് പറഞ്ഞാൽ എന്താണ്, that uses a practical method or various shortcut. അപ്പോൾ നമ്മളവിടെ എന്താണ്, നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഷോർട്ട് കട്ട് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊഡ്യൂസ് സൊല്യൂഷൻസ് ദാറ്റ് മേ നോട്ട് ബി ഓപ്റ്റിമൽ. നമുക്ക് സൊല്യൂഷൻസ് വേണം, പക്ഷെ അത് എന്താവണമെന്നില്ല, ഓപ്റ്റിമൽ ആവണമെന്നില്ല. ഓപ്റ്റിമൽ എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആവണമെന്നില്ല, പക്ഷെ നമുക്ക് അവിടെ ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ. അത് ഓപ്റ്റിമൽ ആകണമെന്നില്ല, ബട്ട് ആർ സഫീഷ്യന്റ്. പക്ഷെ എന്താണ്, പര്യാപ്തമായിട്ടുള്ള, സഫീഷ്യന്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ടൈം ഫ്രെയിമിനുള്ളിൽ അല്ലെങ്കിൽ ഡെഡ് ലൈനിനുള്ളിൽ നമുക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള, അതായത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യണത്. അപ്പൊ ആ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല ഓപ്റ്റിമൽ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്താണ്, ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു മതിയായ രീതിയിലുള്ള പര്യാപ്തമായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും പറയണത്. അപ്പൊ 100% നല്ലൊരു ഡിസിഷൻ ആവണമെന്നില്ല, ഒരു ഏറെ കുറെ ഒരു നല്ല ഡിസിഷൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലാവണുണ്ട് പറയണത്? അപ്പൊ എന്താ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് കിട്ടിയ എന്തെന്നാ പറഞ്ഞത്? ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതിൽ മെയിൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് ടു ഡിസ്കവർ ഓർ ഫൈൻഡ് ഔട്ട്, കണ്ടെത്തുക എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഡെവലപ്പ് ചെയ്ത ആൾക്കാര് ട്വെർസ്കി ആൻഡ് കാൻമാൻ ആണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ അതിൽ പറയേണ്ട വേർഡ്സ്, റൂൾ ഓഫ് തമ്പ് എന്നുള്ള വേർഡ് പറയണം, മെന്റൽ ഷോർട്ട് കട്ട്സ് ആണെന്ന്, ആ രണ്ട് വേർഡൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാന്ന് പറയണം, ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ റീച്ചിങ് ക്വിക്ക് ആൻഡ് ഈസി ഡിസിഷൻസ്. പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ്, മെന്റൽ ഷോർട്ട് കട്ടാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്. നമ്മൾ വേറെ അനാലിസിസ് ഒന്നും നടത്തില്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പൊ നമ്മളെ ഒരു എക്സാമിന് 4 ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ, നമ്മള് വലിയ അനാലിസിസ് ഒക്കെ നടത്തി ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ സമയം പോകും ഇല്ലേ? ഇപ്പൊ PSC എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും, മെന്റൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചിലപ്പോൾ കറക്കി കുത്തിയിട്ടായിരിക്കും നമ്മുടെ മെന്റൽ ഷോർട്ട് കട്ട്. അതൊരു ഓപ്റ്റിമൽ ഡിസിഷൻ ആവണമെന്നില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യണ്, നമ്മുടെ സഫീഷ്യന്റ് ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കണം. അപ്പൊ ആ ഒരു ടേമാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, അത് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് നോക്കട്ടെ. Heuristics are methods for solving problems in a quick way. ഇപ്പൊ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ
എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യണം. ദാറ്റ് ഡെലിവേഴ്സ് എ റിസൾട്ട് that is sufficient enough to be useful given time constraints. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം കൺസ്ട്രെയിൻസ്, അതായത് ടൈമിന്റെ ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക്. ആ ടൈമിന്റെ ലിമിറ്റേഷനുള്ളിൽ ആ പരിധിക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് മെത്തേഡ്സ് ഉപയോഗിക്കുകയാണ്. അപ്പൊ ക്വിക്ക് വേയിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് ഹ്യൂറിസ്റ്റിക്സ് മെത്തേഡ് പറയണത്. പിന്നെ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് യൂസ് എ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ടു സ്പീഡ് അപ്പ് അനാലിസിസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. അപ്പൊ ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസും ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ടു സ്പീഡ് അപ്പ് അനാലിസിസ്, അതായത് അവരുടെ അനാലിസിസ് സ്പീഡപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാനും ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് അവരുടെ കയ്യിൽ കുറെ ഇൻഫോർമേഷൻ ഉണ്ട്, പക്ഷെ അവർ ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണ് എല്ലാ ഡിസിഷൻസും എടുക്കണമെന്ന് പറയാൻ പറ്റില്ല. ഏറെക്കുറെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂറിസ്റ്റിക് അപ്രോച്ചും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കുറെ ഡിസിഷൻ ഒക്കെ അവരെങ്ങനെ ചെയ്യാ, മെന്റൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് ആയാലും ഇൻവെസ്റ്റേഴ്സ് ആയാലും ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ഹ്യൂറിസ്റ്റിക്സ് ക്യാൻ ലീഡ് ടു പുവർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു ലിമിറ്റേഷൻ ആണ് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് പുവർ ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ ആകണമെന്നില്ല. ബേസ്ഡ് ഓൺ എ ലിമിറ്റഡ് ഡാറ്റ സെറ്റ്, ബട്ട് ദ സ്പീഡ് ഓഫ് ഡിസിഷൻസ് ക്യാൻ സംടൈംസ് മേക്ക് അപ്പ് ഫോർ ദി ഡിസഡ്വാൻറ്റേജസ്. അപ്പൊ അവിടെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നില്ല, നമ്മൾ പറഞ്ഞു ഓപ്റ്റിമൽ ഡിസിഷൻ ആവണമെന്നില്ല, അതൊരു പുവർ ഡിസിഷനായി മാറാം. പക്ഷേ നമ്മളുടെ സംബന്ധിച്ചിടത്തോളം ആ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് കുറയ്ക്കാം. സ്പീഡ്, അതായത് ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ സ്പീഡ് ഉണ്ട്, അതായത് ഫാസ്റ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇവൻ ദോ ദേ ആർ പുവർ, അതായത് പുവർ ഡിസിഷൻ ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണമെങ്കിൽ ഹ്യൂറിസ്റ്റിക്സ് ടെക്നിക്ക് നല്ലതാണ്. അപ്പൊ അതിന്റെ ഡിസഡ്വാൻറ്റേജും പറഞ്ഞു ഇവിടെ, അതായത് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ പുവർ ആണ്, പക്ഷെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്നാ, സ്പീഡ് ഓഫ് ഡിസിഷൻസ്, അതായത് ഫാസ്റ്റ് ഡിസിഷൻസ് ആണ് പറയണത്. ഇതിന്റെ ഒരു ഡയഗ്രാം കാണിച്ചു തന്നു മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് മെന്റൽ ഷോർട്ട് കട്ട് ആണ്. അതെങ്ങനെയാ? സ്പീഡ് അപ്പ് ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് ഡിസിഷൻ പെട്ടെന്ന് എടുക്കണം. അതെന്താണ് ആ ഡിസിഷന്റെ പ്രത്യേകത? അത് ഷോർട്ട് ടേം സൊല്യൂഷൻസ് ആണ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്, മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചാർട്ടാണിത്. നെക്സ്റ്റ് ഇതിൽ പറയണത് ഓൾദോ ഹ്യൂറിസ്റ്റിക്സ്. ഇപ്പൊ നമ്മൾ ഹ്യൂറിസ്റ്റിക്സിനെ കുറിച്ച് അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം കൂടിയാണ് ഇവിടെ പറയണത്. Although heuristics may not result in the most optimal and ideal solution, it allows companies to speed up their decision-making process and achieve an adequate solution for the short term. ഇവിടെ പറയുന്നത് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ഓപ്റ്റിമൽ ഡിസിഷൻ ആണെന്നില്ല, ഐഡിയൽ സൊല്യൂഷൻ ആവണമെന്നില്ല. പറഞ്ഞില്ലേ എന്താണ്, 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്റ്റിമൽ ആയിട്ടുള്ള ഡിസിഷൻ ആകണമെന്നില്ല, മെന്റൽ ഷോർട്ട് കട്ടാണ്. പക്ഷെ നമ്മൾ ഗിവൺ ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച് ആയിരിക്കും നല്ലത്. അപ്പൊ ഇറ്റ് അലൗസ് കമ്പനീസ് ടു സ്പീഡ് അപ്പ് ദയർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അപ്പൊ ഹ്യൂറിസ്റ്റിക് അപ്രോച്ചിന്റെ നേട്ടം എന്ന് പറഞ്ഞാല് കമ്പനികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് അച്ചീവ് ആൻ ആഡിക്വേറ്റ് സൊല്യൂഷൻ ഫോർ ദി ഷോർട്ട് ടേം. അപ്പൊ ഷോർട്ട് ടേമിൽ ഒരു മതിയായൊരു സൊല്യൂഷൻസ് എടുക്കാൻ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് നല്ലതാണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻ സിറ്റുവേഷൻസ് വെർ പെർഫെക്റ്റ് സൊല്യൂഷൻസ് മേ ബി ഇംപ്രോബബിൾ. അതായത് നമ്മളിവിടെ കാരണങ്ങളാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച് യൂസ് ചെയ്യണത്. അപ്പൊ ഒന്നാമത്തെ പറഞ്ഞെന്താണ്, ഓപ്റ്റിമൽ ഡിസിഷൻ അല്ലെങ്കിൽ പോലും കമ്പനികൾക്ക് ഷോർട്ട് സ്പീഡ് അപ്പ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഒന്നാമത്തെ റീസൺ പറയണത്. പിന്നെ പറയണത് ഇൻ സിറ്റുവേഷൻസ് where perfect solutions may be improbable. ചില സമയത്തൊക്കെ നമുക്കൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ എന്നുള്ളത് എന്തായിരിക്കില്ല, പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഹ്യൂറിസ്റ്റിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു അച്ചീവ് ഇംപെർഫെക്റ്റ് ബട്ട് സാറ്റിസ്ഫാക്ടറി ഡിസിഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പെർഫെക്റ്റ് സൊല്യൂഷൻസ് എടുക്കാൻ അവിടെ
പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ഇംപെർഫെക്റ്റ് ആണെങ്കിൽ പോലും മതിയായ സാറ്റിസ്ഫാക്ടറി ഡിസിഷൻസ്, തൃപ്തികരമായിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കാം. Heuristics can also include mental shortcuts that help speed up decision making process. നമ്മൾ പറഞ്ഞു ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? മെന്റൽ ഷോർട്ട് കട്ട്സ് ഉണ്ട്, അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ സ്പീഡ് അപ്പ് ചെയ്യാം. ഇനി അതില് 3 ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം എന്തൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ്. അപ്പൊ നമ്മൾ ഹ്യൂറിസ്റ്റിക്സിന്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഇതും കൂടെ നമുക്ക് എഴുതാം. അപ്പൊ 3 ടൈപ്പ് ഹ്യൂറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഹ്യൂറിസ്റ്റിക്സ് ആർ എഫിഷ്യന്റ് മെന്റൽ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ഹ്യൂമൻ സോൾവ് പ്രോബ്ലംസ് ഓർ ലേണിംഗ് ന്യൂ കൺസെപ്റ്റ്. ഇൻ ദ 1970s നമ്മൾ പറഞ്ഞതാണ്, ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ ടിവേഴ്സ്കി ആൻഡ് ഡാനിയൽ കാൻമാൻ ഐഡന്റിഫൈഡ് 3 key heuristics. അപ്പൊ അവര് ഡെവലപ്പ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് 3 ടൈപ്പ് മെയിൻ ആയിട്ട് ഹ്യൂറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അതായത് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട്, ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട്, ആൻഡ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട്. അപ്പൊ ഫീച്ചേഴ്സ് പറയുമ്പോൾ അതും കൂടെ എഴുതാം. 3 ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ്. ആരവർ റെക്കമെൻഡ് ചെയ്തത് ടിവേഴ്സ്കി ആൻഡ് ഡാനിയൽ കാൻമാൻ, ഇവരാണ് ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ 3 പേരില് ടൈപ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക്സും കൂടെ ഉണ്ട്. നെക്സ്റ്റ് റീസൺസ് ആണ്. ഇപ്പൊ നമ്മൾ 2 റീസൺസ് പറഞ്ഞു, കമ്പനികൾ എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? സ്പീഡ് അപ്പ് ചെയ്യാൻ, ഷോർട്ട് ടേം ഡിസിഷൻ ഒക്കെ എടുക്കാൻ, അതുപോലെ തന്നെ ഇംപെർഫെക്റ്റ് ആണെങ്കിൽ പോലും സാറ്റിസ്ഫാക്ടറി ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ, സ്പീഡ് അപ്പ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു റീസൺസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹ്യൂറിസ്റ്റിക്സ് മെത്തേഡ്സ് ആർ ഇന്റൻഡ് ടു ബി ഫ്ലെക്സിബിൾ and are used for quick decisions, especially when finding an optimal solution is either impossible or impractical and working with complex data. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്? നമുക്കൊരു നല്ലൊരു സൊല്യൂഷൻ എടുക്കാൻ അവിടെ പ്രാക്ടിക്കൽ അല്ല, ഇംപ്രാക്ടിക്കൽ. അതായത് നമുക്ക് കോംപ്ലക്സ് ഡാറ്റ, അതായത് ഒരു അനാലിസിസ് ഒക്കെ നടത്തി ഒരു ഡിസിഷൻ എടുക്കാന്ന് പറഞ്ഞാല് എന്താണ്, ഡാറ്റ കോംപ്ലക്സ് ആണ്, ഒരുപാട് ഡാറ്റ ഉണ്ട്. അത് വെച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കാന്ന് പറഞ്ഞാല് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, അതിന് പോകില്ല. നമ്മൾ മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹ്യൂറിസ്റ്റിക്സ് ആൻഡ് ആക്യുറസി എഫേർട്ട് ട്രേഡ് ഓഫ്. ഈ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ട്രേഡ് ഓഫ് നടക്കുന്നുണ്ട്, ആക്യുറസിയും എഫേർട്ടും. അതായത് എഫേർട്ട് കൂടുതൽ എടുക്കുമ്പോൾ, അതായത് നമ്മളിപ്പോ അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ ആക്യുറസി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇവിടെ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആക്യുറസി എഫേർട്ട് ട്രേഡ് ഓഫ് ആണ്. അതായത് ദിസ് കൺസെപ്റ്റ് റിവീൽസ് ദാറ്റ് പീപ്പിൾ യൂസ് ഹ്യൂറിസ്റ്റിക്സ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ എഫേർട്ട്. ഇപ്പൊ എന്തിനാണ് ആൾക്കാർ ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത്? അവരുടെ എഫേർട്ട് കുറയ്ക്കാൻ. അതായത് അവർക്ക് കൂടുതൽ അനാലിസിസ് നടത്താനൊന്നും സമയമില്ല. അപ്പൊ അതിനുവേണ്ടി അവർ എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല, അവർ മെന്റൽ ഷോർട്ട് കട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവരുടെ എഫേർട്ടിനെ അവർ കുറയ്ക്കുമ്പോൾ അവിടെ എന്ത് പറ്റണം, ആക്യുറസി എന്നുള്ളതും കുറയണം. അപ്പൊ ആക്യുറസിയും എഫേർട്ട് എത്രയോ കൂടുതൽ എടുക്കുമ്പോൾ ആക്യുറസി അവിടെ എന്താണ്, കൂടുതലായിരിക്കും. പക്ഷെ എഫേർട്ട് കുറവാണ് ഹ്യൂറിസ്റ്റിക്സിൽ, അതുകൊണ്ട് ആക്യുറസി അതുപോലെ തന്നെ കുറവായിരിക്കും. ഇത് രണ്ടും നോക്കിയിട്ടാണ് ഹ്യൂറിസ്റ്റിക്സിൽ നമ്മൾ പറയണ ആക്യുറസി എഫേർട്ട് ട്രേഡ് ഓഫ് ആണ് അവിടെ നടക്കുന്നത്. This concept reveals that people use heuristics in order to reduce the effort of analyzing complex information at the cost of predictive accuracy. അപ്പോൾ അവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ predictive accuracy. ആക്യുറസി എന്നുള്ളതിന് അവിടെ ഒരു എഫേർട്ട് കുറയും തോറും ആക്യുറസിയുടെ എന്താണ് പോണത്, അതായത് കോസ്റ്റ് ഓഫ് ആക്യുറസി എന്ന് പറയുന്നത് എന്താ, ആക്യുറസി കൃത്യത കുറയാണ്. പക്ഷെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാസ്റ്റ് ഡിസിഷൻസ് പോസിബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് ലെസ് ഈസ് മോർ എഫക്റ്റ് എന്നാണ് പറയണത്. അതും റീസൺസ് ആയിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ അടുത്ത പോയിന്റ് ആണ് ലെസ് ഈസ് മോർ എഫക്റ്റ് എന്നുള്ള കാര്യം. There are certain heuristics that have been reported to provide greater accuracy with lesser effort. അതായത് പല ഹ്യൂറിസ്റ്റിക്സിലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ആക്യുറസി കൂടുതലാണ്. അതായത് സാധാരണ നമ്മൾ അനാലിസിസ് നടത്തി ചെയ്യണേക്കാളും, അതായത് ഇപ്പൊ ഇവിടെ പറയുന്നത് കോംപ്ലക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ച് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നേക്കാളും ആക്യുറേറ്റ് ചിലപ്പോൾ നമ്മൾ മെന്റൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചെടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും.
അതാണ് ലെസ് ഇസ് മോർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഒരു റീസൺ ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ലെസ് എഫേർട്ട് എടുത്തപ്പോൾ മോർ എഫക്റ്റ് കിട്ടി. നെക്സ്റ്റ് പറയുന്നത് ഇലൂസീവ്നെസ് ഓഫ് ഓപ്റ്റിമൽ ഡിസിഷൻ. അതായത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ എന്താണ് ഓപ്റ്റിമൽ ഡിസിഷൻ എന്നുള്ളൊരു കാര്യം ഉറപ്പുണ്ടാവില്ല. അതായത് പിടികിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോഴും എന്ത് തന്നെയാണ് മെന്റൽ ഷോർട്ട് കട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. People use heuristics when it is not possible to research an optimal solution. അപ്പൊ എപ്പോഴാണ് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അതായത് ഒരു ഓപ്റ്റിമൽ സൊല്യൂഷൻ അതിനെ അന്വേഷിച്ച് കണ്ടെത്താനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാം, ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ the agents may not always be aware of the optimal solution even if it exists. അതായത് എന്താണ് ഒരു ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് ആൾക്കാർക്ക് ഐഡിയ ഉണ്ടായിരിക്കില്ല. ഇവിടുത്തെ അവിടെ ഒരു ഓപ്റ്റിമൽ സൊല്യൂഷൻ കിടപ്പുണ്ടെങ്കിലും അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യാം. There may be resource constraints also. പിന്നെ റിസോഴ്സ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാല് ചിലപ്പോൾ നമ്മൾ ഒരു ഓപ്റ്റിമൽ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അതായത് ഡാറ്റ അനാലിസിസും അല്ലെങ്കിൽ ടൈമും അങ്ങനെയൊക്കെ വരുമ്പോൾ റിസോഴ്സ് കൺസ്ട്രെയിൻസ്, അതായത് ലിമിറ്റേഷൻ ആണ്, റിസോഴ്സ് എന്നുള്ളത് കുറവായിരിക്കും. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യണത്, ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യണത്. ക്ലിയർ ആണോ പറയണതെല്ലാം? ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ ഇത്ര നോട്ട് എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നോട്ട് അടിച്ച് ക്ലാസ് എടുക്കാന്നാ വിചാരിക്കുന്നത്. കാരണം ഇതിൽ ഒരുപാട് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഹ്യൂറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, പിന്നെ അഡ്വാൻറ്റേജസ് എന്ത് ചോദിച്ചാൽ നമുക്ക് ഇതൊക്കെ തന്നെ എഴുതാനേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറെ പരത്തി വായിച്ച് പഠിച്ച് അതൊന്നും വേണ്ട. ഇത് പഠിച്ചാൽ മതി കേട്ടോ, ഈ തരുന്ന നോട്ട് പഠിച്ചാൽ മതി. അപ്പൊ ഇതിലെല്ലാം പോയിന്റ് ഉണ്ട്. ഇത് തീർന്നിട്ടില്ല, അതിന്റെ ടൈപ്സ് ഒക്കെ നമുക്ക് നോക്കണം. ടൈപ്സ് നമ്മുടെ സിലബസിൽ നേരെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് 3 ഉണ്ടെന്ന് മാത്രമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ഫീച്ചേഴ്സിൽ. അപ്പൊ അത് എനിക്ക് നോട്ട് അടിച്ചാലേ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ നാളെ ഉണ്ടാവില്ല കേട്ടോ, നാളെ എക്സാം ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്, നേരം വൈകെത്തുമ്പോ. അപ്പൊ അടുത്ത ദിവസം എടുക്കാം. എടുക്കണേക്ക് മനസ്സിലാവണില്ലേ? കിട്ടുന്നില്ല ഞാൻ ചോദിക്കണോ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന് വിചാരിക്കണേ. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്ത് പഠിക്കുമ്പോഴും കൺസെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു എളുപ്പവഴിയാണ്. നമ്മൾ ടോസ് ഇടണ പോലെ നമുക്ക് ആദ്യം തോന്നണത് അങ്ങനത്തെ ഒരു കാര്യമാണ്, മെന്റൽ ആക്ടിവിറ്റിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡിസിഷൻസ് ആക്യുറേറ്റ് ആവണമെന്നില്ല. അതാണ് ഇതിന്റെ പോരായ്മ പറയണത്. പക്ഷെ ആക്യുറേറ്റ് അല്ലെങ്കിലും ഒരു വിധം കുഴപ്പമില്ലാത്തൊരു ഡിസിഷൻ ആയിരിക്കും. അപ്പൊ ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കേണ്ട സമയത്തൊക്കെ നമുക്ക് ഈ മെന്റൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അപ്പൊ ഫാസ്റ്റ് ഡിസിഷൻസ് ആണ് ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത്. പിന്നെ അതാണ് അതിന്റെ പോയിന്റ്, കൺസെപ്റ്റ്. പിന്നെ ഡെവലപ്പ് ചെയ്തത് ആര്, അതിന് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്, ആ മീനിങ് ഇതൊക്കെ തന്നെ എഴുതിയാൽ അതിന് മാർക്ക് കിട്ടും. പിന്നെ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ എഴുതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ റീസൺസ് ആണ് എന്തുകൊണ്ടാണ് ഹ്യൂറിസ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യണേന്നാണ്. അപ്പൊ അത് കംപ്ലീറ്റ് അല്ല, കുറച്ച് പോയിന്റ്സേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ സമയം നോക്കിയപ്പോ 7:30. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിർത്തിയത്. അപ്പൊ അതിന്റെ ബാക്കിയും കൂടെ അടുത്ത ക്ലാസ്സിൽ പറയാട്ടോ. അപ്പൊ ഒന്നും കൂടി ജസ്റ്റ് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ് എടുക്കാം നമുക്ക്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാലോ എന്നാ. കഴിഞ്ഞ ക്ലാസ് റെക്കോർഡ് ഞാൻ നോക്കിയില്ല, കിട്ടിയാ നിങ്ങൾക്ക്? നോക്കിയില്ല അല്ലേ? പോവാന്നോക്കെ ഞാൻ നോക്കാം. എന്നാ ശരി, വൈൻഡപ്പ് ചെയ്യാം നമുക്ക്, നാളെ എടുക്കാം. ഇപ്പൊ ഈ നോട്ട് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ശരി, ലീവ് ചെയ്തോണ്ടാ.